പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക, തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക, ഇ ചലാൻ വഴി അമിത പിഴ ഈടാക്കുന്നത് അവസാനിപ്പിക്കുക, വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല സമരം. ഇതിന് മുന്നോടിയായാണ് നാളെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നത്. ഉന്നയിച്ച കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് തീരുമാനം. ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകാതെ KSRTCക്കായി അവ മാറ്റിവെച്ചിരിക്കുകയാണെന്നും പ്രൈവറ്റ് ബസ് ഉടമകൾ ഉന്നയിക്കുന്നുണ്ട്. പ്രതിവർഷം 2000 കോടി രൂപയുടെ നഷ്ടത്തിലോടുന്ന KSRTCയെ രക്ഷിക്കാനാണ് 241 ദീർഘദൂര സൂപ്പർ ക്ലാസ് പെർമിറ്റുകൾ സ്വകാര്യ ബസ്സുകളിൽ നിന്നും ഏറ്റെടുക്കുന്നതെന്ന് ബസ് ഉടമകൾ ആരോപിക്കുന്നു. ഹൈക്കോടതിയുടെ അനുകൂല വിധിയുണ്ടായിട്ടും 140 കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകിയില്ല. വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കൺസെഷൻ 50% ജസ്റ്റിസ് M രാമചന്ദ്രൻ കമ്മീഷൻ, ഡോക്ടർ K രവിരാമൻ കമ്മീഷൻ ശുപാർശകളിൽ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടില്ല. അർഹതപ്പെട്ടവർക്ക് മാത്രമായി കൺസെഷൻ നിശ്ചയപ്പെടുത്തണം. ഒപ്പം നിരക്ക് വർധനവ് വേണമെന്നും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.